The next topic, that is self-pollination. You can see the image of self-pollination here, and the self-pollination is a transfer of pollen grains from the anther to the stigma of the same flower. Okay, അപ്പോൾ ഒരു സെയിം ഫ്ലവറിലായിരിക്കും ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ സെൽഫ് പോളിനേഷൻ നടക്കുന്നത്. You can see in this figure the pollen grains here labeled as pollen grains, and also the pistil, isn't it? The pistil of the same flower which is connected to the pollen grains. നിങ്ങൾ കണ്ടോ? ആൻഡ് ദിസ് പോളൻ ഗ്രെയിൻസ് കം ലൂസ് ഫ്രം ദ സ്റ്റേമൻ. ആ സ്റ്റേമനിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് വന്ന് പിസ്റ്റിലോട്ട് വന്നിരിക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റിഗ്മയിലൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ? ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. അനദർ വേ വി ക്യാൻ സേ ഇറ്റ് ആസ് ഓട്ടോഗമി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓട്ടോഗമി മീൻസ് സെൽഫ്, ഗമി മീൻസ് മാരേജ് ഓർ സെൽഫ് മാരേജ്. ഇപ്പോൾ ആ ഫ്ലവറിലെ ആ ഒരു പോളിനേഷൻ, ഒരേ ഫ്ലവറിൽ നടക്കുന്ന ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് പോളിനേഷൻ. ഇനി നെക്സ്റ്റ് ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് കാണും. ഒരു പ്ലാന്റിൽ ഒരു ഫ്ലവറേ ഉണ്ടാവത്തുള്ളൂ, അല്ലല്ലോ. അതിലിപ്പോൾ ഒരു ഹിബിസ്കസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അതിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും, പക്ഷെ അത് സെയിം സ്പീഷീസ് ആയിരിക്കും. അപ്പം ആ ഫ്ലവേഴ്സിൽ എന്ത് നടക്കും? രണ്ട് ഫ്ലവേഴ്സ് തമ്മിലും എന്ത് നടക്കും? ഈ ഒരു സെൽഫ് പോളിനേഷൻ പ്രോസസ്സ് നടക്കും. or to the stigma of another flower of the same plant. മനസ്സിലായോ? ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ജെനിറ്റോഗമി. ആ ഒരു പ്രോസസ്സിനെയാണ് ജെനിറ്റോഗമി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ പോളിനേഷൻ ബിറ്റ്വീൻ ദ ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം പ്ലാന്റ് ഈസ് കൺസിഡേർഡ് സെൽഫ് പോളിനേഷൻ ഓൺ ദ കോമൺ ജെനറ്റിക് ക്യാരക്ടേഴ്സ്. അപ്പോൾ എന്തായിരിക്കും അവിടെ? ആ സെൽഫ് പോളിനേഷൻ കഴിഞ്ഞ് വരുന്ന പ്ലാന്റിൽ അല്ലെങ്കിൽ വരുന്ന ഫ്ലവറിൽ കോമൺ ജനറ്റിക് ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണുന്നത്. കോമൺ ജനറ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയിലോ അതിൻ്റെ ഫീച്ചേഴ്സോ ഒക്കെ എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ജനറൽ ക്വാളിറ്റീസ് ഓർ ഫീച്ചേഴ്സ് ഓഫ് വൺ പ്ലാന്റ് ആർ സെയിം ഇൻ ദ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ബോൺ ഓൺ ഇറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ റെയർ കേസസ്, ചില കേസുകളിൽ മാത്രമായിരിക്കും ഒരു ചെറിയ ഡിഫറൻസ് കാണുന്നത്. ദാറ്റ് ഈസ് ഇൻ പാൻസി, സം ഫ്ലവേഴ്സ് ഗ്രോയിങ് ക്ലോസ് ടു ദ ഗ്രൗണ്ട്. ഇപ്പോൾ ഗ്രൗണ്ടിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡി നോട്ട് ഹാവ് ദി എബിലിറ്റി ടു ഓപ്പൺ ദ ഫ്ലവർ. ആ ഫ്ലവറിന് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ ആവത്തില്ല ഫ്ലവർ. ഇറ്റ് ഡസ് നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഓക്കെ, ആ ഫ്ലവർ ഓപ്പൺ ആവത്തില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾവേസ് ക്ലോസ്ഡ്. ഇപ്പോൾ ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിലും ദേ ആർ ബൈസെക്ഷൽ ഇൻ നേച്ചർ. സോ ദ ആൻഡ്രീഷ്യം ആൻഡ് സ്റ്റിഗ്മ, സോ ദ ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ അതിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയായിരിക്കും? ഏറ്റവും ക്ലോസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് വെൻ ദ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഗെറ്റ് മെച്യൂർ അറ്റ് ദ സെയിം ടൈം, അപ്പം രണ്ടും ഒരേപോലെ ആയിരിക്കും അവിടെ മെച്ചുറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. മെച്ചുറായി കഴിയുമ്പോൾ അവിടെ എന്ത് നടക്കും? സെൽഫ് പോളിനേഷൻ പ്രോസസ്സ് നടക്കും. ഓക്കെ, അങ്ങനെ ഈ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഫ്ലവർ ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ ക്ലീസ്ഡോഗമി എന്ന് പറയുന്നത്. മീൻസ് ക്ലീസ്ഡോ മീൻസ് ക്ലോസ്ഡ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ക്ലീസ്ഡോഗമി. അങ്ങനെ കേസിലും എന്ത് നടക്കും? ഈ ഒരു സെൽഫ് പോളിനേഷൻ പ്രോസസ്സ് നടക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്, വെൻ ക്യാൻ സെൽഫ് പോളിനേഷൻ ഒക്കർ. ഇപ്പോൾ എവിടെയായിരിക്കും ഈ സെൽഫ് പോളിനേഷൻ നടക്കുന്നത്? As I told you, in bisexual flowers the self pollination is occur, isn't it? The self pollination can occur in bisexual flowers. That means the flower having the male and female organs, or it can also occur in such unisexual flowers where both male and female flowers are born in the same plant. പിന്നെ എങ്ങനെയായിരിക്കും? ഒരു കേസ് പറഞ്ഞു നമ്മൾ, ബൈസെക്ഷൽ ഫ്ലവേഴ്സിൽ സെൽഫ് പോളിനേഷൻ നടക്കും, അല്ലെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലും എന്ത് നടക്കും? സെൽഫ് പോളിനേഷൻ നടക്കും. പക്ഷെങ്കിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒരേ പ്ലാന്റിലായിരിക്കണം, അല്ലെങ്കിൽ സെയിം സ്പീഷീസിലുള്ള പ്ലാന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലും എന്ത് നടക്കും? ഈ ഒരു പോളിനേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ നടക്കും. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു ഏതാണ്? പംകിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതായിരുന്നു, അല്ലേ? ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ പംകിൻ്റെ രണ്ടും ഒരേ സ്പീഷീസിലുള്ളതാണ്. അതിൻ്റെ മെയിൽ ഫ്ലവറും അതിൻ്റെ അതേ പ്ലാന്റിൻ്റെ ഫീമെയിൽ ഫ്ലവറും കൂടെ. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റിലായിരിക്കും അത്, പക്ഷേങ്കിൽ ഒരേ സ്പീഷീസാണ്.
അവർ തമ്മിൽ എന്ത് നടക്കും? ഈ ഒരു പോളിനേഷൻ പ്രോസസ്സ് നടക്കും. സോ ദ സെൽഫ് പോളിനേഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. To ensure self-pollination, it is necessary that the anther and stigma of the flower must mature at the same time. ഓക്കെ, ഇപ്പോൾ സെൽഫ് പോളിനേഷൻ്റെ സമയത്ത് നമുക്കറിയാം ആന്തറും സ്റ്റിഗ്മയും എങ്ങനെയായിരിക്കും? സെയിം സമയത്ത്, ഒരേ സമയത്തായിരിക്കും മെച്ചുറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഓർ ഇഫ് ദ ഫ്ലവർ ആർ യൂണിസെക്ഷൽ ആൻഡ് ബോൺ ഇൻ ദ സെയിം പ്ലാന്റ്, ദേ മസ്റ്റ് ഓൾസോ മെച്ചുർ അറ്റ് ദ സെയിം ടൈം. ദറ്റ് ഈസ് അബൌട്ട് ദ സെൽഫ് pollination. And next one, what are the advantages and disadvantages of this self pollination? Okay, the first advantage, നമുക്ക് ആദ്യം advantage നോക്കാം. There are 5 advantages are mentioned in your textbook. The first one, it is much surer in the such bisexual flowers where stamens and carpels mature at the same time. ഇപ്പം എന്താണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്? ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ്. കുറച്ചുകൂടെ നല്ലതായിട്ട് നടക്കുന്നത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിലായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? ഒരേ സമയത്ത് സ്റ്റേമനും കാർപ്പൽസും മെച്ചുർ ആവുന്നു. ഓക്കെ, ഇറ്റ് ഈസ് മച്ച് ഷുവറർ ഇൻ സച്ച് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് വെയർ സ്റ്റേമൻസ് ആൻഡ് കാർപ്പൽസ് മെച്ചുർ അറ്റ് ദ സെയിം ടൈം. ദാറ്റ് ഈസ് എ അഡ്വാൻറ്റേജ്. സ്റ്റേമനും കാർപ്പലും ഒരേ സമയത്ത് മെച്ചുർ ആവുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, the parent characters are preserved indefinitely. ഇപ്പോൾ ആ പേരൻസിൻ്റെ ക്യാരക്ടേഴ്സ് ഡെഫിനറ്റായിട്ട് ആ ഒരു പോളിനേഷൻ കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ആ ഉണ്ടാവുന്ന ഫെർട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു ഗൈനീഷ്യത്തിലത് കാണും. ആൻഡ് തേർഡ് വൺ, ദർ ഈസ് നോ വേസ്റ്റേജ് ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് എന്തെങ്കിലും വേസ്റ്റ് ആയി പോകുന്നുണ്ടോ? ഇല്ല. സോ ദ അനദർ അഡ്വാൻറ്റേജസ് ഈസ് there is no wastage of pollen grains. Even a small quantity of pollen will suffice. And the fourth one, the flower need not be large and showy. ഇപ്പോൾ ഫ്ലവർ വലുതായിരിക്കണമെന്ന് ഉണ്ടോ? അത്ര വലുതായില്ലെങ്കിലും എങ്ങനെയായിരിക്കും? എന്ത് നടക്കും? ഈ ഒരു സെൽഫ് പോളിനേഷൻ പ്രോസസ്സ് നടക്കും. ആൻഡ് the scent and nectar need not be produced by the flowers. ഇപ്പം നെക്ടർ ഒന്നും വേണമെന്നില്ല. എന്ത് നടക്കണമെങ്കിൽ? ഈ ഒരു സെൽഫ് പോളിനേഷൻ നടക്കണമെങ്കിൽ നെക്ടർ വേണ്ട, അല്ലെങ്കിൽ അവിടെ ഏജൻസ് ഒന്നും വേണമെന്ന് ഇല്ല. അവർക്ക് തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്യാൻ പറ്റും. ഓൾ ദി എബവ് അഡ്വാൻറ്റേജസ് മെയ്ഡ് ഗ്രേറ്റ്ലി economy on the part of plant and a lot of nutrient materials which would otherwise be used to produce pollen, nectar, scent and large petals is saved. Okay, that is about the advantages of self pollination. അപ്പോൾ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ.